നമസ്കാരം, എഡുഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേരള ഹിസ്റ്ററിയിലെ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ഒരു വ്യക്തിയുമായിട്ട്, ഒരു നവോത്ഥാന നായകനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് LP UP പരീക്ഷയ്ക്ക് ഏറെ ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് നവോത്ഥാന നായകർ. അതിൽ ശ്രീനാരായണ ഗുരുവും പൊയ്കയിൽ യോഹന്നാനും അതുപോലെ തന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അങ്ങനെ ഒരുപാട് നവോത്ഥാന നായകരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ നവോത്ഥാന നായകരെ വെച്ച് പഠിച്ചു പോകാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് പരീക്ഷയ്ക്ക് ഇതുവരെയും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ അതുമാത്രം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് എവിടാണെന്ന് ചോദിക്കും. അതായത് അദ്ദേഹം ജനിച്ച വർഷം പഠിച്ചു വെക്കുക. 1805 ഫെബ്രുവരി 10 അദ്ദേഹം ജനിക്കുന്നത്. പഠിച്ചു വെക്കണേ, 1805 ഫെബ്രുവരി 10. ആ വർഷം ഒന്ന് പഠിച്ചു വെക്കുക. 1805 നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിക്കുന്നത്. കേരള സാക്ഷരതയുടെ പിതാവെന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പഠിച്ചു വെക്കണേ, ചാവറയച്ചനാണ്. നമ്മുടെ ചാവറയച്ചൻ എന്ന് വിളിക്കാം അല്ലേ, അദ്ദേഹത്തെ നമുക്ക് ചാവറയച്ചൻ എന്ന് വിളിക്കാം അല്ലേ. ഇപ്പോൾ ചാവറയച്ചനാണ് കേരള സാക്ഷരതയുടെ പിതാവെന്നറിയപ്പെടുന്നത്. 1805 ആ വർഷം ഒന്ന് ഓർത്ത് വെക്കണേ. കാരണം കഴിഞ്ഞ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് ചട്ടമ്പിസ്വാമികൾ ജനിച്ച വർഷമാണ് ചോദിച്ചത്. അതായത് സ്റ്റേറ്റ്മെന്റിലായിരുന്നു 1851 ചട്ടമ്പിസ്വാമികൾ ജനിച്ചതെന്നായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അത് തെറ്റാണ്. ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് 1853 അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് 1805 ചാവറയച്ചൻ ജനിച്ചത് 1805 ആലപ്പുഴ ജില്ലയിലെ കൈനകരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ അദ്ദേഹം ജനിച്ച സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കൈനകരി, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള സാക്ഷരതയുടെ പിതാവെന്നും ദൈവദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ദൈവദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ചാവറയച്ചന. പക്ഷേ കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. തെറ്റിപ്പോലെ. അപ്പോൾ കേരള സാക്ഷരതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ചാവറയച്ചനാണ്. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ. ദൈവദാസൻ എന്നറിയപ്പെടുന്നത്, അനുഗ്രഹീത പുരോഹിതൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ഈ ചാവറയച്ചൻ. അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഒരു 3 സംഘടനകൾ പഠിച്ചു വെക്കാം. ഒന്നാമത്തെ സംഘടന CMI സഭയാണ്. ഇദ്ദേഹത്തിന് പ്രധാനമായിട്ടുള്ള ഒരു സംഘടനയാണ് CMI സഭ. പിന്നീട് CMC സഭ. പിന്നീട് പഠിക്കേണ്ടത് അമലോത്ഭവ ദാസ സംഘടന. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കണേ. അപ്പോൾ CMI സഭ വന്ന വർഷം പഠിക്കുക. 1831 അപ്പോൾ ഇദ്ദേഹം CMI സഭ സ്ഥാപിച്ചത് 1831 ഇദ്ദേഹം CMC സഭ സ്ഥാപിക്കുന്നത് 1866 പഠിച്ചു വെക്കണേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും അല്ലേ. അതിൽ ഏതാണ്ട് ഭാരതീയ ബ്രഹ്മസമാജം വന്ന വർഷം 1866. അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നവർക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പഠിച്ചു വെക്കുക. CMI സഭ സ്ഥാപിച്ചത് ചാവറയച്ചനാണ്. 1831 മെയ് 11. അത് ഡേറ്റ് പഠിച്ചില്ലേലും വർഷം പഠിക്കുക. 1831. അതുപോലെ തന്നെ CMC സഭ സ്ഥാപിക്കുന്നത് ചാവറയച്ചൻ 1866. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നീട് നമുക്ക് വർഷം പഠിക്കേണ്ട ഒരു സംഘടനയും കൂടെ അറിഞ്ഞു വെച്ചിരിക്കുക. അമലോത്ഭവ ദാസ സംഘടന ആരുടെയാണെന്ന് ചോദിക്കുക. ആരുടെയാണ്? നമ്മുടെ ചാവറയച്ചൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നീട് നമുക്ക് പറയാനുള്ളത്, അതായത് കേരളത്തിലെ ആദ്യ പ്രസ് അല്ല, കേരളത്തിലെ 3ാമത്തെ പ്രസ്. അതായത് ഒരു വിദേശീയരുടെ ശക്തി ഇല്ലാതെ തന്നെ കേരളത്തിലേക്ക് ഒരു പ്രസ് കൊണ്ടുവന്ന വ്യക്തിയാണ് നമ്മുടെ ചാവറയച്ചൻ. പഠിച്ചു വെക്കണം. അതായത് ഒരു യൂറോപ്യന്മാരാണ് അന്ന് അച്ചടിയുടെ ഏറ്റവും വലിയ കുത്തക എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ സഹായമില്ലാതെ തന്നെ കേരളത്തിലേക്ക് ഒരു അച്ചടി കൊണ്ടുവന്ന വ്യക്തി നമ്മുടെ ചാവറയച്ചനാണ്. അതായത് കേരളത്തിലെ 3ാമത്തെ പ്രസ് എന്നാണ് ആ പ്രസ് അറിയപ്പെടുന്നത്. അതിൻ്റെ പേരാണ് സെന്റ് ജോസഫ് പ്രസ്. പഠിച്ചു വെക്കണേ. അപ്പോൾ കേരളത്തിലെ 3ാമത്തെ പ്രസ് കൊണ്ടുവന്നത് ആരാണ്? ചാവറയച്ചന. എന്ന വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1846.
അതായത് വാഴത്തട വിപ്ലവം ഈ പറഞ്ഞ സെന്റ് ജോസഫ് പ്രസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിച്ചു വെക്കണേ, നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? നമ്മുടെ ചാവറയച്ചന, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അപ്പോൾ ദൈവദാസൻ എന്നറിയപ്പെടുന്നതും അനുഗ്രഹീത പുരോഹിതൻ എന്നറിയപ്പെടുന്നതും കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും ഒക്കെ ആരാണ്? നമ്മുടെ ചാവറയച്ചന, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തിന്റെ 3 സംഘടനകൾ നമ്മൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഏതാ? CMI സഭ, ഒന്ന് CMC സഭ, അതുപോലെ തന്നെ അമലോത്ഭവ ദാസ സംഘടന. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് അദ്ദേഹത്തിന് പ്രധാനമായിട്ടും എന്താണ്, പെൺകുട്ടികൾക്ക് വേണ്ടി ബോർഡിംഗ് സ്കൂൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു സമ്പ്രദായമല്ലേ പള്ളിയോടൊപ്പം പള്ളിക്കുടം. പള്ളിയോടൊപ്പം പള്ളിക്കുടം എന്ന് പറയുന്ന സമ്പ്രദായം അദ്ദേഹത്തിന്റെ ആയിരുന്നു. അതുപോലെ തന്നെ പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നതും നമ്മുടെ ചാവറയച്ചനാണ്. പഠിച്ചു വെക്കണേ, പള്ളിയോടൊപ്പം പള്ളിക്കുടവും അതുപോലെ തന്നെ പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നതും ആരാണ്? നമ്മുടെ ചാവറയച്ചന. ഈ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്ന് എഴുതി നോട്ട് ചെയ്ത് മാറ്റി വെക്കണേ. അതായത് നമുക്ക് ഓരോ പോയിന്റുകളും വിലപ്പെട്ടത്. കാരണം നവോത്ഥാനം ഇനി അങ്ങോട്ട് ചോദിക്കുന്നത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും തെറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ തെറ്റ് പറ്റരുത്. ഇപ്പൊ ചാവറയച്ചന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ആൻസർ നമ്മൾ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ചാവറയച്ചൻ ജനിച്ചത് 1805 അപ്പോൾ അദ്ദേഹത്തെ ദൈവദാസൻ എന്നറിയപ്പെടുന്നു. കേരള സാക്ഷരതയുടെ പിതാവ്. വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. പിന്നീട് പള്ളിയോടൊപ്പം പള്ളിക്കുടം, പിടിയരി സമ്പ്രദായം, ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിന്നീട് നമ്മൾ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ എന്താണ്, പ്രധാനമായിട്ടും അദ്ദേഹമാണ് സെന്റ് ജോസഫ് പ്രസ്, കേരളത്തിലെ 3ാമത്തെ പ്രസ് എന്നറിയപ്പെടുന്ന സെന്റ് ജോസഫ് പ്രസ് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ചാവറയച്ചന. അതാണ് കേരളത്തിലെ 3ാമത്തെ പ്രസ്. ആ പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണെന്ന് ചോദിക്കും. അതായത് സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാന പീയൂഷം. പഠിച്ചു വെക്കണേ. അപ്പോൾ സെന്റ് ജോസഫ് പ്രസ്സിൽ, കേരളത്തിലെ 3ാമത്തെ പ്രസ്സിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാന പീയൂഷമാണ്. അതിലച്ചടിച്ച ആദ്യ പത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതായത് 3ാമത്തെ പ്രസ് സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പത്രം ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? അതായത് നിധീരിക്കൽ മാണി കത്തനാരിന്റെ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടിക്കാണും പത്രത്തിന്റെ പേര്. ഏതാണ്? ദീപിക, നസ്രാണി ദീപിക എന്ന് പറയുന്ന പത്രം ആദ്യമായി അച്ചടിച്ചത് ഈ പറഞ്ഞ സെന്റ് ജോസഫ് പ്രസ്സിലാണ്. എന്നാ പ്രസിദ്ധീകരണം തുടങ്ങിയത് 1887 ദീപിക പത്രം ഇറങ്ങിയത് എന്നാണ്? 1887. അപ്പോൾ അത് ഏത് പ്രസ്സിൽ അച്ചടിച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാവറയച്ചൻ കൊണ്ടുവന്ന സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പത്രമാണ് ഏത്? ഈ പറഞ്ഞ നസ്രാണി ദീപിക. അതായത് നിധീരിക്കൽ മാണി കത്തനാരിന്റെ പത്രമായ ദീപിക. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. പിന്നീട് നമ്മൾ പറയുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് CMI സഭ പറഞ്ഞു, CMC സഭ പറഞ്ഞു, അമലോത്ഭവ ദാസ സംഘടന പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാന കുറച്ച് കൃതികളൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാവേ? ആരാണ്? നമ്മുടെ ചാവറയച്ചന. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആത്മാനുതാപം, 40 മണിയുടെ ക്രമങ്ങൾ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കുറച്ച് കൃതികളാണ്. എന്താണ്? 40 മണിയുടെ ക്രമം, ആത്മാനുതാപം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങി. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യണേ. അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 1987 അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ്, അദ്ദേഹത്തിന്റെ ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത് 1987. ആ 87 തൊട്ട് ബാക്കിലോട്ട് ഒരു 1986 എടുത്താൽ അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്, അതായത് വാഴ്ത്തപ്പെട്ടവനാക്കിയത് 1986. അപ്പൊ ആ ഓർഡറിൽ ഒന്ന് പഠിച്ചു വരാം. 1986 ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത്. 87 എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിശുദ്ധനായി പ്രഖ്യാപിച്ചതും ഉണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അപ്പോൾ ജോൺ പോൾ രണ്ടാമനാണ് ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ചാവറയച്ചനെ, കേരള സാക്ഷരതയുടെ പിതാവായ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ പോൾ രണ്ടാമനാണ്. അത് പഠിച്ചു വെക്കണം. ജോൺ പോൾ രണ്ടാമനാണ് ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത് 1986. തൊട്ടടുത്ത വർഷം 87 അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങി. ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് 2014.
അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശുദ്ധയായി പ്രഖ്യാപിച്ച വേറൊരു വ്യക്തിയാണ് ഏവു പ്രാസ്യാമ. പഠിച്ചു വെക്കണം, ഏവു പ്രാസ്യാമ. അപ്പൊ 2014 നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെ എന്ത് ചെയ്യുന്നത്, വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. അതൊരു ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു അച്ഛനാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായിട്ട് പഠിച്ചു. ഇദ്ദേഹം മരണപ്പെട്ട ഡേറ്റൂടെ വർഷവും കൂടെ പഠിക്കുക. 1871 കൂനമാവ് എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹത്തിന്റെ എന്താണ് 1871 കൂനമാവ് വെച്ചാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. അപ്പൊ ഇത്രയും 1871 ഇദ്ദേഹം മരണപ്പെടുന്ന വർഷം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ ഇദ്ദേഹം ജനിക്കുന്നത് 1805 കേരള സാക്ഷരതയുടെ പിതാവ്. പഠിച്ചു വെക്കണേ, കേരള സാക്ഷരതയുടെ പിതാവ്. വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കും, ആരാണ്, നമ്മുടെ ചാവറയച്ചനാണ്. പള്ളിയോടൊപ്പം പള്ളിക്കുടം എന്ന് പറയുന്ന സമ്പ്രദായം, പിടിയരി സമ്പ്രദായം, പെൺകുട്ടികൾക്ക് വേണ്ടി ബോർഡിംഗ് സ്കൂൾ സ്ഥാപിച്ചതൊക്കെ ആരാണ്, നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പഠിച്ചു വെക്കുക. ദൈവദാസൻ എന്നറിയപ്പെടുന്നു, കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ. ഇത്രയും പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കുക. നമ്മുടെ നവോത്ഥാന നായകൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു നവോത്ഥാന നായകനുമായിട്ടാണ് നമ്മൾ വന്നത്. നമ്മുടെ LP UP കറക്റ്റായിട്ടുള്ള നവോത്ഥാന നായകരിൽ നമ്മൾ ചിട്ടയായിട്ടുള്ള ഒരു നോട്ടുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതേ പറഞ്ഞുള്ളൂ. ഇതിൽ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ഇന്ന് വരെയും കണ്ടിട്ടുള്ള ചോദ്യങ്ങളിൽ എടുത്തു വെച്ചിട്ട് അതും കൂടെ നോട്ട് ചെയ്തുള്ള ക്വസ്റ്റ്യനുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് എഴുതിയെടുക്കുക. പിന്നെ അടുത്തൊരു നവോത്ഥാന നായകനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകരിച്ചെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.